വയനാട്ടിൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആത്മഹത്യ ചെയ്യുമെന്ന് മുഖ്യമന്ത്രിക്ക് കത്തയച്ച മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം പാർട്ടി നിയന്ത്രണത്തിൽ ഉള്ള ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടാത്തതിന്റെ പേരിൽ കൽപ്പറ്റ സ്വദേശി നൌഷാദ് മാട്ടിലാണ് കത്തയച്ചത്. ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ച നൂറുകണക്കിന് ആളുകളാണ് പ്രതിസന്ധി നേരിടുന്നത്. വയനാട്ടിലെ കാർഷിക പ്രതിസന്ധി പരിഹരിക്കാനും കർഷകരെ സഹായിക്കാനുമായി CPIMന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ സൊസൈറ്റിയാണ് ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. വലിയൊരു മാംസ സംസ്കരണ ഫാക്ടറി സുൽത്താൻ ബത്തേരിയിൽ സ്ഥാപിച്ചു. അത് കർഷകരിൽ നിന്ന് ഷെയർ പിരിച്ചാണ് ആ സൊസൈറ്റി സ്ഥാപിച്ചത്. അതിന് പിന്നാലെ വയനാടൻ കാപ്പിപ്പൊടി ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റിലെത്തിക്കാനുള്ള ഒരു സംവിധാനവും ബ്രഹ്മഗിരി തുടങ്ങിയിരുന്നു. ഇതിലേക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് പാർട്ടി അനുഭാവികളും അതുപോലെ പാർട്ടിയിൽ വിശ്വാസമുള്ള ആളുകളൊക്കെ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരടക്കം നിക്ഷേപിച്ചത്. ഈ ഫാക്ടറി കുറച്ച് നാളുകൾക്ക് മുൻപ് പൂട്ടി. സൊസൈറ്റിയുടെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച മട്ടിലാണ്. വലിയ രീതിയിലുള്ള പലിശയൊക്കെ വാഗ്ദാനം ചെയ്താണ് ഈ നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിച്ചത്. ആ നിക്ഷേപകരെല്ലാം ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. അതിൽ കൽപ്പറ്റ സ്വദേശിയായ നൌഷാദാണ് പണം തിരികെ നൽകിയില്ലെങ്കിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് അടക്കം കത്ത് നൽകിയത്. നൌഷാദാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ നിങ്ങളിങ്ങനൊരു കത്ത് എഴുതിയത്? ഞാൻ പലതവണ എൻ്റെ ഡെപ്പോസിറ്റ് തിരിച്ചു തരണമെന്ന് പലതവണ ആവശ്യപ്പെട്ടു. ഇവരാരും അതിന് ചെവികൊണ്ടില്ല. താങ്കൾ പാർട്ടി മെമ്പറല്ലേ? ഞാൻ പാർട്ടി മെമ്പർ, ബ്രാഞ്ച് കമ്മിറ്റി, കൽപ്പറ്റ ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്ന സമയത്താണ് ഈ പൈസ മേടിച്ചത്. എത്ര പൈസ ഉണ്ട് ഈ സൊസൈറ്റിയിൽ? 14 ലക്ഷം രൂപയുണ്ട്. പലിശ സഹിതം ഏതാണ്ട് ഒരു 22 ലക്ഷത്തിൻ്റെ മുകളിൽ ഉണ്ട്. അതിൻ്റെ പുറമെ വായ്പയായിട്ടും ഇവർ പൈസ മേടിച്ചു. പിന്നീട് ഇത് പ്രവർത്തനം പ്രതിസന്ധിയിലായപ്പോൾ ഫാക്ടറി പൂട്ടിയതിന് ശേഷം ഇത് പ്രശ്നങ്ങൾ ഉടനെ നമുക്ക് പരിഹരിക്കാം, ഇപ്പോൾ തൽക്കാലം ഒരു 2 ലക്ഷം രൂപയും കൂടെ തന്നാൽ ഒരാഴ്ച കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും 2 ലക്ഷം രൂപ മേടിച്ചു പോയി. അതിലിപ്പം 3 വർഷമായിട്ട് ഈ പൈസ തിരിച്ചു തന്നില്ല. അതിൽ ഞാനൊരു ചെക്ക് കേസിൽപ്പെട്ട് ഈ ജയിലിൽ വരെ ആയിപ്പോയി. ഇവർ ഒരാഴ്ച കൊണ്ട് തരാമെന്ന് പറഞ്ഞ പൈസ തിരികെ നൽകാത്തത് കാരണം ആണ് ഈ ജയിലിലായിപ്പോയത്. ഇതിപ്പോൾ പലതവണ ചർച്ച നടന്നല്ലോ, പാർട്ടി നേതൃത്വമൊക്കെ ഇടപെട്ടിട്ട്. ഇപ്പോൾ എന്താണ് സൊസൈറ്റി ചെയർമാനും അവരൊക്കെ പറയുന്നത്? ഇത് പരിഹരിക്കാമെന്നാണ് പറയുന്നത്. എല്ലാ തവണയും ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഫാക്ടറി ഓപ്പൺ ചെയ്യും, ഈ ഡെപ്പോസിറ്റ് തിരിച്ചു തരും എന്ന് പറയും. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ തിരിച്ചു തന്നില്ല. ഇപ്പോൾ ബ്രഹ്മഗിരിയുടെ ഒരുപാട് പ്രൊഡക്ട്സ് വിപണിയിലുണ്ടായിരുന്നു, വലിയ രീതിയിൽ സെയിലൊക്കെ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ കാപ്പി തുടങ്ങിയപ്പോഴും ആ രീതിയിലായിരുന്നു, കാപ്പി പൊടിയൊക്കെ വിപണിയിൽ ഇറക്കിയിരുന്നു. എന്താ ഇത് പറ്റിയത് ശരിക്കും? നിങ്ങൾ അതിൽ നിക്ഷേപിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഞാൻ നിക്ഷേപിച്ച ആളുമാണ്. ഞാൻ അവിടുത്തെ ജീവനക്കാരനും കൂടെ ആയിരുന്നു. ഇതിൽ സ്റ്റാർട്ടിങ് മുതലൊക്കെ നല്ല രീതിയിൽ പോയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ക്രമക്കേടുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്രമക്കേടുകൾ പലതവണയായിട്ടും ബന്ധപ്പെട്ട അധികാരികളെ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നടപടിയും അവർ സ്വീകരിച്ചിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ ഡെപ്പോസിറ്റ് തിരിച്ചു ചോദിച്ചത്. ആരാ ക്രമക്കേട് നടത്തിയത്? ജീവനക്കാരാണോ മാനേജ്മെൻറ്റാണോ? മാനേജ്മെൻറ്റിൻ്റെ അറിവോടുകൂടെ തന്നെയാണ് ചില ജീവനക്കാരവിടെ ക്രമക്കേട് നടത്തിയത്. അത് കൃത്യമായിട്ട് അന്നത്തെ പാർട്ടി നേതൃത്വത്തെ ഞാൻ അറിയിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഇതെന്താണ്? നിങ്ങൾ ഇനി എന്താ ഇതിൽ സ്വീകരിക്കാൻ പോകുന്നത്? ഇപ്പോൾ എനിക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഞാൻ പലതവണ പാർട്ടി ജില്ലാ സെക്രട്ടറിയെ കണ്ടു, ഗോവിന്ദമാഷെ നേരിട്ട് പോയി കണ്ടു, ഇവിടുത്തെ കൽപ്പറ്റയുള്ള പ്രാദേശിക നേതാക്കളെ എല്ലാവരും ഞാൻ പോയി കണ്ടു. ആർക്കും അതിലൊരു വ്യക്തമായൊരു മറുപടിയില്ല. പാർട്ടിയുടെ വയനാട് ജില്ലാ സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ ഫാക്ടറി തുറന്നാലേ പൈസ തരാൻ പറ്റുള്ളൂ, ഒരുപാട് പരാതികളുണ്ട്, ഒരാളെ പരാതിയായിട്ട് എനിക്ക് പരിഹരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ആ പാർട്ടിയുടെ സർവീസ് സംഘടനകളിലും മറ്റും പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥർ അങ്ങനെ പലരും ഈ റിട്ടയർ ചെയ്തപ്പോൾ ലഭിച്ച പണമടക്കം ബ്രഹ്മഗിരിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. പലതവണ ഇവരുമായും ഒക്കെ പാർട്ടി നേതൃത്വം ചർച്ച നടത്തിയതാണ്. പക്ഷേ ഇപ്പോഴും അതിനൊരു പരിഹാരവുമില്ല. ഇപ്പോൾ ഏതൊരു ബാങ്കുമായി സഹകരിച്ച് ഇപ്പോൾ ഫാക്ടറി തുറക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നൊക്കെയാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. എന്തായാലും നൌഷാദിനെ പോലെ നിരവധി ആളുകളാണ് ഈ പണം നിക്ഷേപിച്ചതിനെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.